എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഫീസിലെത്തി. നമുക്ക് ഇവിടുന്ന് ഒരു വ്ളോഗ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് പോട്ടെ. നല്ല മഴക്കാറുണ്ട്, പക്ഷെ മഴയില്ല. കുറുക്കൻ്റെ കല്യാണമാണ്. എൻ്റെ ഇവിടെ ഒരു മിററുണ്ട്. ഇതൊക്കെ വീടുകളാണ് തൊട്ടടുത്തായിട്ട്. ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ വീടുണ്ടാക്കി. അയ്യോ, വന്ന് 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 അയ്യോ, അടുക്കല്ലേ അടുക്കല്ലേ അടുക്കല്ലേ. അടച്ചോ 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 അടച്ചോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. പെട്ടെന്ന് പോട്ടെ. പ്രശ്നമാണ്. ഹലോ ഗൈസ്, ഇന്നെൻ്റെ മുടിക്ക് നല്ല ഒതുക്കം തോന്നില്ലേ നിങ്ങൾക്ക്? ഞാനൊരു സീക്രട്ട് കാര്യം ചെയ്തിട്ടില്ല. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കുന്നുണ്ട് മുടി. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല, എന്ത് ചെയ്യാനൊക്കെ. പിന്നെ വർക്ക് ചെയ്യാം. ഞാൻ പറയാൻ വന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 2 ദിവസമായി ചിന്തിക്കുന്നു. നമ്മുടെ മലയാളം ആക്ട്രസ് നയൻതാര പഠിച്ച സ്കൂള് ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളത് കാണിക്കാം. നയൻതാര ഒരുപാട് കാലം ജാംനഗറിലായിരുന്നു. നയൻതാരയുടെ ഫാദറിൻ്റെ ജോലി പ്രമാണിച്ച് പല സ്ഥലങ്ങൾ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് നയൻതാര ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്കൂൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ല അടിപൊളി സ്കൂളാണ്. അതേപോലെ രവീന്ദ്ര ജഡേജ, എനിക്ക് ആളെ അറിയില്ല, പക്ഷേ അവരുടെ വീട് കാണിച്ചു തരാം. അവരുടെ വീട്ടിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റും ചോദിച്ചാൽ ലിമിറ്റഡ് എഡിഷനാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ക്യാമറയുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അധികം അവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? ഹാപ്പി ആയിട്ടാണോ? അതുപോലെ തന്നെ പലരും പല ടൈപ്പാണ് അല്ലേ. കുറച്ച് പേര് കൊറോണ ആയതുകൊണ്ട് ഹാപ്പി ആയിരിക്കും, ജോലിക്ക് പോകണ്ട, വീട്ടിലിരിക്കും. കുറച്ച് പേര് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും വിചാരിക്കുന്നു. കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ലോഡ് ഉണ്ടാവും, അങ്ങനത്തെ ടെൻഷനൊക്കെയാണ്. പലരും പല ടൈപ്പാണ് അല്ലേ. ഞാനൊക്കെ കൊറോണയാണ്, അതുകൊണ്ട് ജോലി കിട്ടിയില്ല എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. എന്തായാലും കിട്ടി. പിന്നെ എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ ഇന്ന് ഈ ഒരു ബിൽഡിങ് മുഴുവൻ ചുറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്. ഡ്രസ്സ് കൊള്ളാമോ? അത് പാർട്ടി വെയർ ആണ്. അപ്പം ഓഫീസിൽ പാർട്ടി വെയർ ധരിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. നീക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അവൻ. പിന്നെ എനിക്ക് പുറകിൽ കൂടെ ആര് പോലും കാണാൻ പറ്റും. പെട്ടെന്ന് സാറ് വന്നാലും കാണാൻ പറ്റും, സാർക്ക് എന്നെയും കാണാൻ പറ്റും. ഞാനിവിടെ നിന്ന് പുറത്താകും. ഇതൊക്കെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ ഞാൻ വൃത്തിയാണ്. വന്നാലും കാര്യം വന്നിട്ടില്ല. എൻജോയ് ചെയ്തേ. ഫോട്ടോഷോപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ എന്നോടും കൂടെ പറഞ്ഞു തരണം പ്ലീസ്. പിന്നെന്താ, ഞാൻ എന്തോ ഓർത്ത് വന്നത് മറന്നു.
അയ്യോ ഇന്ന് ഡ്യൂട്ടിയിലും കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം, ഇന്ന് നമ്മുടെ യോഗ ഡേ ആണ്. എൻ്റെ ഒരു യോഗ ഡേയിൽ എന്തൊക്കെയാണ് ചെയ്തത്? എനിക്കിന്നൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു 6 മണിക്ക്. പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല, ഉറങ്ങിപ്പോയി. അതാണ് ഇന്നത്തെ സംഭവം. പിന്നെ പലരും യോഗ ഡേയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. യോഗ ഡേയിൽ നല്ലൊരു യോഗ പോസിൻ്റെ കോമ്പറ്റീഷൻ, പക്ഷെ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് ഗിവ് അവേസ്. ഇവിടെ തന്നെ എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കും ചെയ്യാം. നല്ലൊരു വീട്ടിലിരുന്നിട്ട് ചെയ്യാം. നമുക്ക് ആരുമായിട്ട് കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. ഞാനിങ്ങനെ പുറകോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറകിൽ കൂടെ ആൾക്കാർ പോകും. അപ്പം ഞാനിവിടുന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇത് മുഴുവൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളും ഹാപ്പിയാവും. പിന്നെ നിങ്ങൾക്ക് എന്താണോ കണ്ടത് ഉറപ്പായിട്ട് എന്നോട് പറയാം, ഞാൻ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാനിന്ന് വിചാരിച്ചത് ഇൻട്രോ പശുക്കളുടെ കൂടെ എടുക്കാമെന്നാണ്. പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക് ആയിപ്പോയി. പശുക്കളിങ്ങനെ കുറേ പുല്ലുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നടുവിൽ നിൽക്കാതെ വിചാരിച്ചിട്ട് പോയതാണ്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അവിടെ അധികം നിൽക്കാൻ പറ്റിയില്ല. വേറൊരു ദിവസം അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാം നമുക്ക്. അല്ല, ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് ഇന്നലത്തെ ഒരു പോസ്റ്റിന് 7000 റീച്ച് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം കണ്ടത്. അടിപൊളി. മൂന്ന് പോസ്റ്റിനാണ് 7000 റീച്ച് കിട്ടിയത്. അടിപൊളിയല്ലേ? അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ ഈ മുഴുവൻ ബിൽഡിങ്ങിനെ പറ്റി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്ക് പാലിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഫസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും താഴോട്ട് പെട്ടെന്ന് ഒരാൾ വന്നു. നമുക്ക് ഏറ്റവും താഴെയുള്ള ഫ്ലോറിലേക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഞാൻ നിങ്ങളെ പാർക്കിംഗ് ഏരിയ മുതൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് പുതിയതാണ്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവരുടെ ജോലികൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണിത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് അല്ല, അതിന് പിന്നെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് അല്ല, ഞാനിപ്പോൾ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. നമ്മളിപ്പോൾ ഏറ്റവും ഉള്ളത് താഴെ ബോട്ടമിലാണ്. പോകാം. ഇത് നല്ല തടി തോന്നിക്കുന്നില്ല, പക്ഷെ ഇത്ര തടിയില്ല. മെലിഞ്ഞവർക്കൊരു സമാധാനം കിട്ടാൻ ഇവിടെ വന്ന് നോക്കിയാൽ മതി. ഇനി ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. കണ്ട, അവരും പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോർ. ഇത് കണ്ടില്ല നിങ്ങൾ? നിങ്ങൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും, കാരണം ഞാൻ ഡെയിലി എന്താ നല്ല കാറ്റ്, ഞാൻ ഡെയിലി ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കാറുള്ളത്. ഇത് ഞാൻ നിങ്ങളെ ഓഫീസൊന്ന് മൊത്തമായിട്ട് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഈ സ്ഥലങ്ങളൊക്കെ? ഇവിടെ ഇപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ പണിത ബിൽഡിംഗ് ആണിത്. ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പണി തീർന്നിട്ടില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൻ്റെ എല്ലാ സൈഡും ഒരേ ഫിനിഷിംഗ് ആണ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ
ഫ്ലോർ. ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ട് വീട് വരുന്നതും, അത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. വീണ്ടും ഞാൻ തന്നെ. ഞാൻ ഇത്ര തടിയില്ല, പക്ഷെ ഇത് തടിയുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അവരും പറഞ്ഞു ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇവിടെ നിന്ന് ചുറ്റി കാണിക്കാം. പുറത്ത് പശുക്കൾ, ആടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇതുപോലെ ബിൽഡിങ്സുകളുണ്ട്. ബിൽഡിങ്സ് അല്ല, കടകളുണ്ട്. ഞാൻ മാറിപ്പോയതാണ് പറയുന്നത്. ബോട്ടം നിങ്ങൾ കണ്ടു, ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു, ഫസ്റ്റ് ഫ്ലോർ കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ ഫ്ലോർ ഏതാണെന്ന്. എൻ്റെ ഫ്ലോറ് 3rd ഫ്ലോർ. വീണ്ടും നമുക്ക് ലിഫ്റ്റിലോട്ട് കയറാം. നല്ല വെയിലുണ്ട് ഇപ്പം. സമയം 5 മണി, പക്ഷെ എന്നാലും വെയിലുണ്ട്. മഴയുള്ള ദിവസം നല്ല രസമായിരിക്കും അല്ലേ? ശരിക്കും വെയിലൊരു ഭംഗിയില്ല. അയ്യോ, ഇത് വരുന്നില്ല. അതെന്താ എന്താ വരാത്ത? വന്ന് വന്നു 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 നമ്മുടെ ലിഫ്റ്റ് വന്നു. വീണ്ടും ഞാൻ തന്നെ. പിന്നെയും ഞാൻ തന്നെ. അപ്പം നമുക്ക് ഇനി എവിടെയാണ് പോകേണ്ടത്? 3rd ഫ്ലോറിൽ. 3rd ഫ്ലോറാണ് ഞാൻ ജോലി ചെയ്യുന്ന ഫ്ലോർ. ഇപ്പം അവിടെ നിന്ന് ആൾക്കാരെന്നെ കണ്ടാൽ എന്താവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നമുക്ക് പോവാം. അയ്യോ അയ്യോ, മാറിപ്പോയി. അയ്യോ അയ്യോ അയ്യോ, കൂട്ടത്തെ പോലെ. അതെങ്ങനെയാ അങ്ങനെ സംഭവിച്ചത്? ഞാൻ 3rd ഫ്ലോറല്ലേ അവർക്ക്, നിങ്ങൾ കണ്ടല്ലേ? പക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി. അതെങ്ങനെയാ? അയ്യോ, ഞാൻ നാണം കണ്ടേ. അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇനി പോകുന്നത് ഇതാ. ഈ എയറോ നോക്കിയാൽ മതി, ഇവൻ നമ്മളെ പറ്റിക്കൂല. ഇപ്പൊ സെക്കൻഡ് എത്തി. ഇവിടെ ഇങ്ങനെ കൈവെക്കുമ്പോ ഇത് നമ്മളെ ഇങ്ങനെ എന്ത് പോകാനുള്ള സ്പേസ് തരും. 3rd ഫ്ലോർ. 3rd ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങളെ ജാംനഗറിലെ ബിൽഡിങ്സ് ഒക്കെ കാണിക്കാറുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചത്? പിന്നെ ഈ ഭാഗത്തായിട്ട് വാഷ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തെ കുറേ ബിൽഡിംഗ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഓഫീസിലേക്ക് പോവാം. ഇന്നത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞു. പ്രാർത്ഥിച്ച് വേഗം സ്വയം പോണേ എന്ന് പ്രാർത്ഥിച്ച് തീർന്നു. പുറകെ കാണുന്ന മഞ്ഞ കളറിലാണ് ഓഫീസ്. ഈ ഓഫീസ് കണ്ടോ, കുറേ അങ്ങേ അറ്റം വരെ പല പല ഓഫീസുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫ്രണ്ട് പോയിട്ട് ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം. കേട്ടോ, ഇങ്ങനെയാണ് ഇവിടെ. നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാം. ഇത് ലാസ്റ്റ് ഫ്ലോറാണ്. ഇത് കഴിഞ്ഞ ഫ്ലോറില്ല. ഉണ്ടോ? ഇത് മറ്റൊരു സൈഡാണ്. മറ്റൊരു സൈഡ് എന്ന് പറയുമ്പോൾ ഓഫീസിൻ്റെ ഭാഗമല്ലാത്ത വേറൊരു സൈഡ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വീടുകളാണ്. ഇതൊക്കെ വീടുകളാണ്. ഇഷ്ടംപോലെ വീടുകൾ ഇതിനടുത്തായിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്ന ഭയങ്കര എന്താ പറയുക,
തിങ്ങിപ്പാർക്കുന്ന പോലെ അത്രയും വീടുകളാണ്. ഈ മുന്നിൽ 2 പ്രാവ് കണ്ട്, അതിൽ ഒരാൾ വൈറ്റും ഒരാൾ നമ്മുടെ നോർമൽ ഗ്രേയുമാണ്. ആ വൈറ്റ് ഒരു കാലില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്തെത്തിയാൽ പറക്കുമെന്നറിയില്ല. അത് നോക്കുന്നുണ്ട്. കണ്ട 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 പോയി 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 ഒരാൾ പോയി, മറ്റേ ആളും പോയി. ആ കാല്, ഒരു കാലേ ഉള്ളു, പക്ഷെ അത് പറന്നുപോയി. കാണിച്ചു തരാം, നോക്കിക്കോ. ആ വൈറ്റും ചെറിയൊരു ഗ്രേ മിക്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കണ്ടില്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ സൈഡിൽ നിന്ന് കാണിച്ചെന്ന് ഈ സൈഡിൽ നിന്ന് കണ്ടില്ല. ഒരു അങ്കിൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ വന്ന സൈഡ് തന്നെയായി. അല്ല, ഞാൻ നേരെ ഒന്ന് പോയി നോക്കട്ടെ, കാരണം ഞാൻ നേരെ പോയിട്ടില്ല അധികം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടകളാണ്. പലതും ഇവിടെ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടു എന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. കണ്ടില്ല, ഈ പുറകിലത്തെ ഭാഗം ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ടോ? നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൈഡും കൂടെ ഒന്ന് പോയി നോക്കാം. ഈ സൈഡിലൊന്നും ഇല്ല, എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത്. ഫ്രണ്ടിൽ കണ്ടു, ഇതൊരു അമ്പലമാണ്, കണ്ടില്ലേ? ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് അമ്പലമാണ്. എനിക്കൊന്ന് ഫ്രണ്ട് സൈഡ്, ഈ റൈറ്റ് സൈഡിലാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇത് മുഴുവൻ അമ്പലത്തിൻ്റെ ഭാഗമാണ്. ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ആ വീട്ടിൽ കണ്ടോ നമ്മുടെ ഊഞ്ഞാൽ? ശരിക്കും ഈ ടെറസിൻ്റെ മേലെ ഊഞ്ഞാൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? നമുക്ക് ടൈം പാസ് ആയിരിക്കും. ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. നല്ല പുതിയ ബിൽഡിംഗ് ആണ്. നല്ല ഈ ഒരു വർക്ക് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, എനിക്കിഷ്ടമായി. ഇതാണ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ ഓരോ കടകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട 308, കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയാൽ 307, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും. നമ്മുടെ കടേൻ്റെ പേര് 303, പേരല്ല നമ്പർ. നല്ലൊരു ഏരിയ ആണ് കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇപ്പോൾ സമയം 6 മണിയായി. 6 മണിയുടെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഇങ്ങനെ ബിസിയാണ്, ഭയങ്കര തിരക്കാണ്, ബിസിയോട് ബിസി. ഇവിടുത്തെ ഓട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഇവിടെ നമ്മുടെ നാട്ടിലെ ഓട്ടോ എന്ന് പറയുമ്പോൾ മിതമായ ആളുകളെ മാത്രം കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 15 പേര് ഓട്ടോയിലിരിക്കും. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ നിങ്ങളൊരു ദിവസം കാണിക്കാം അതെങ്ങനെയാണ് 15 പേര് ഒരു ഓട്ടോയിൽ കയറിപ്പോകുന്നത്. അതിൻ്റെ സൈസൊന്നും വലുതല്ല, സൈസ് എല്ലാം നമ്മുടെ നാട്ടിലെ സെയിം സൈസാണ്. പക്ഷേ അതിലെ മെമ്പേഴ്സ് എങ്ങനെയാണ് 15 പേരായത് ഞാൻ നിങ്ങളെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, കാണിച്ചു തരാം. നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇങ്ങനെയും സംഭവിക്കുമെന്ന് ഓർത്തിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഷെയർ ഷെയർ ഷെയർ. Bye guys. Bye.
നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബ്ലോക്കർ ഓക്കെ ബൈ ബൈ ബൈ. ബൈ ബൈ ബൈ